നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശത്തിലുള്ളത്. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയ നിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നുമാണ് ഈ നിയമോപദേശത്തിൽ പറയുന്നത്. പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പും ഈ നിയമോപദേശത്തിലുണ്ട്. ദിലീപിനെതിരെ സമർപ്പിച്ച ഗൗരവമേറിയ തെളിവുകൾ പക്ഷപാതത്തോടെ കോടതി തള്ളിയെന്നും ജഡ്ജി പെരുമാറിയത് വിവേചനപരമായി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ജഡ്ജിക്കും കോടതിക്കും അതിനൊപ്പം തന്നെ ഈ കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപിനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷപാതപരമായി മറ്റൊരു ജഡ്ജിയും പെരുമാറാത്ത തരത്തിൽ ഒരു കേസിൽ ഈ ജഡ്ജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഈ കേസിൽ പെരുമാറി എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത് തന്നെ. ഈ പ്രോസിക്യൂഷന്റെ DGയുടെ ഉപദേശത്തിൽ ഈ നേരത്തെ പ്രോസിക്യൂട്ടറായിരുന്ന അജകുമാറിന്റെ വിശദമായ നോട്ടും ഉണ്ട്. അതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് ഈ ജഡ്ജിക്ക് ഈ കേസിൽ വിധി പറയാൻ യാതൊരു അവകാശവുമില്ല, വിധി പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്നു എന്ന ഗുരുതരമായ ഒരു കേസിന്റെ അന്വേഷണം നടക്കുകയാണ്. അതിൽ ആരോപണ വിധേയയാണ് ഈ ജഡ്ജി. അതിൽ സംശയ നിഴലിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി. അവർക്ക് അതുകൊണ്ട് ഇതിൽ വിധി പറയാൻ സാധിക്കുകയില്ല എന്നതാണ് പറയുന്നത്.